പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് ആദരവ് നൽകി. കരുനാഗപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാലയാണ് ആദരവ് ഒരുക്കിയത്. സംവാദവും ഇതോടനുബന്ധിച്ച് നടത്തി. കരുനാഗപ്പള്ളി ലാലാജി സ്മാരക കേന്ദ്ര ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് സ്നേഹാദരവ് ഒരുക്കിയത്. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വലിയ തോതിലുള്ള ഒരു കടലാക്രമണ സാധ്യത ഉണ്ടെങ്കിൽ അത് ആദ്യം ബാധിക്കുക കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് തീരങ്ങളെ ആയിരിക്കും. അപ്പൊ അപ്പോഴേ ആ കാലത്തൊന്നും നമ്മൾ ഈ സുനാമി എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെ കുറിച്ച് പോലും നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഭാഗ്യം എന്ന് പറയട്ടെ, നോവൽ എഴുതി തൊട്ടടുത്ത വർഷം ഈ നോവലിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ നോവലിന്റെ അവസാന ഭാഗം പ്രകൃതി തന്നെ പുനരാവിഷ്കരിക്കുകയാണ്. ഏതാണ്ട് 100-ലേറെ ആൾക്കാരാണ് ആലപ്പാട് ഭാഗത്തുനിന്ന് കൊച്ചുകുഞ്ഞുങ്ങൾ ആണ് ഇല്ലാതായത്. ഉപകാര സമർപ്പണവും നടത്തി. ലാലാജി ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ KR നീലകണ്ഠപിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ K കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ചരിത്രകാരനും ഗവേഷകനുമായ ഡോക്ടർ സുരേഷ് മാധവ് അവാർഡ് കൃതിയെ പരിചയപ്പെടുത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ അവാർഡ് ജേതാവിനെയും പരിചയപ്പെടുത്തി. GR ഇന്ദുഗോപനുമായി സംവാദവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സാണ് സംവാദത്തിൽ പങ്കെടുത്തത്. വാർഡ് കൗൺസിലർ ഡോക്ടർ P മീന, ലാലാജി ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് G സുന്ദരേശൻ, ജോയിന്റ് സെക്രട്ടറി S ശ്രീജിത്ത്, ലൈബ്രറിയൻ B സജീവ് കുമാർ, വർഗീസ് മാത്യു കണ്ണാടിയിൽ, B വിനോദ്, D ബിന്ദു, ഫാത്തിമ താജുദ്ദീൻ, വസുമതി, ഗംഗാദേവി, വിഷ്ണുദാസ്, കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.